ഒരു ഡോക്ടർ എന്നുള്ള അടിസ്ഥാനത്തിൽ ലൈഫിൽ സന്തോഷം കിട്ടുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ഈ അടുത്ത കാലത്തായിട്ട് ഒരു പേഷ്യൻ്റ് വിളിച്ചിരുന്നു. പേഷ്യൻ്റ് വിളിച്ചിട്ട് ഡോക്ടർ എൻ്റെ അസുഖങ്ങളെല്ലാം മാറിയെന്ന് പറഞ്ഞു. നോർമലി പേഷ്യൻസും ഇങ്ങനെ പ്രത്യേകം പറയാറില്ല. കാരണം എന്താണ്, അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാജ്വലി കുറഞ്ഞു വരും. അവർ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ അവർ റെഫർ ചെയ്യും. ഇന്ന് അവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഇന്ന ഡിസീസിനൊക്കെ ആ ഡോക്ടർ കണ്ടോ എന്ന് പറയും. ആ റെഫറലാണ് സാധാരണ ഇതിൽ ഉണ്ടാവുക. പക്ഷെ ഇത് പേഷ്യൻ്റ് തന്നെ വിളിച്ചു പറയുമ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഗിഫ്റ്റുകൾ കൊടുക്കുന്നതിനേക്കാളും എത്രയോ സന്തോഷമുള്ള കാര്യമാണ് പേഷ്യൻ്റ് നേരിട്ട് വിളിക്കുകയാണ്. ഡോക്ടർ, ഇപ്പോൾ എനിക്കൊരു മെഡിസിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ കംപ്ലീറ്റ് ഫ്രീ ആണ്, ഞാനിപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ പേഷ്യൻ്റ് ഉണ്ടായിരുന്നത് ബെഡ് വെറ്റിംഗ് ആയിരുന്നു, അതായത് നൊക്ടൂറിയ, അതായത് രാത്രി കാലങ്ങളിൽ മൂത്രം ഒഴിച്ചു പോകുന്ന അവസ്ഥ. ആ പേഷ്യൻ്റ് ഒരു ഫീമെയിൽ പേഷ്യൻ്റ് ആയിരുന്നു. ആ പേഷ്യൻ്റ് എന്നെ കൺസൾട്ട് ചെയ്യുന്ന വിളിക്കുന്ന സമയത്ത് ഓൺലൈനായിട്ടായിരുന്നു വിളിച്ചിരുന്നത്. ആ പേഷ്യൻ്റ് ഇന്നവരെ കണ്ടിട്ടില്ല. കാരണം ആ പേഷ്യൻ്റ് പറഞ്ഞൊരു കാര്യം, ഡോക്ടർ എനിക്ക് ഒരാളെടുത്തും പോയിട്ട് ഈ വിഷയം പറയാൻ പറ്റില്ല. അപ്പോൾ സാറെ വീഡിയോ കണ്ട സമയത്ത് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോൾ സാറ് വിശദമായിട്ട് സംസാരിച്ച് എൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ അതുമുതലൊരു ഭയങ്കര ആത്മവിശ്വാസമായി. പിന്നെ അതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് സന്തോഷമായിട്ട്. അന്നത്തെ എൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ അത്രയും പ്രഷർ ഉണ്ടായിരുന്നു കല്യാണത്തിൻ്റെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതാണ്, മിനിമം എനിക്കൊരു 1 year എങ്കിലും ഗ്യാപ്പ് വേണം. അപ്പം അന്ന് മുതൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും പല രൂപത്തിലും പോയി, എന്നിട്ടൊന്നും ഒരു കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ വളരെ സങ്കടത്തോടെ നിൽക്കുന്ന സമയത്താണ് സാറിൻ്റെ വീഡിയോ കണ്ടത്. അതിന് ശേഷം ബന്ധപ്പെട്ടിപ്പം സാർ ഒരു 6 മാസം കൊണ്ട് എൻ്റെ അസുഖം ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി. ഞാൻ ചോദിച്ചത് എന്തൊക്കെയാണെന്ന്. അപ്പോൾ അവർ പറയുമ്പോഴാണ് എന്തൊക്കെയായിരുന്നു അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അവരെന്നോട് പറഞ്ഞു, ഡോക്ടർ, സാറിന് ചിലപ്പോൾ മനസ്സിലാവും, സാർ ഡോക്ടർ ആയതുകൊണ്ട് മനസ്സിലാവും, പക്ഷേ ഈ ഒരു പ്രയാസം വേറൊരാളോട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു സന്തോഷത്തോടു കൂടി എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ താമസിക്കാൻ പോകാറില്ല. ഇൻ കേസ് ഇപ്പോൾ കല്യാണ ഫംഗ്ഷനൊക്കെ എമർജൻസി ആയിട്ട് അവിടെ പോകേണ്ട വരികയാണെങ്കിൽ തന്നെ ഉറങ്ങാറില്ല. എല്ലാവരും ചോദിക്കും എനിക്ക് ഇത്ര ടയർഡ് എന്ന് ചോദിക്കും. കാരണം തലേന്ന് രാത്രി ഉറങ്ങിക്കഴിഞ്ഞാലേ പിറ്റേന്ന് ഒരു എനർജി ഉണ്ടാവുള്ളൂ. ഞാൻ എപ്പോഴും ലോ മൂഡ്, ലോ എനർജി ആയിരിക്കും. കാരണം എന്താണ്, അറിയാതെ ഉറക്കത്തിൽ മൂത്രമൊഴിച്ച് പോകുന്നുള്ള പേടി കാരണം. നമുക്ക് കുട്ടികളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഈ വലിയൊരാൾ 10, 30, 31 വയസ്സ് വരെ ഞാൻ കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു എന്നാണ്. ഈ അസുഖം മാറാത്ത എനിക്ക് കല്യാണത്തിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വളരെ സന്തോഷമാണ് ഡോക്ടർ. ഞാനിപ്പോൾ രാത്രി സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. എനിക്ക് എൻ്റെ പഠനാർത്ഥായാലും എന്ത് യാത്ര ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഫ്രണ്ട്സിനോട് യാത്ര ചെയ്യാം, റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാം, ട്രെയിനിൽ യാത്ര ചെയ്യാം. മറ്റൊന്നും എനിക്കിത് പോസിബിൾ ആയിരുന്നില്ല. അത്രമാത്രം ഞാൻ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇത് പറയുമ്പോഴാണ് ഇത്തരത്തിൽ അനുഭവിക്കുന്ന രോഗികളുടെ പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ രാത്രി അറിയാതെ മൂത്രമൊഴിച്ചു പോകാന്നുള്ള ഈ പ്രയാസം പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം നമുക്ക് ഓരോ കേസുകളും വ്യത്യസ്തമായിരിക്കും, പല പല കാരണങ്ങളുണ്ടാവും. നോർമലി നമ്മളെല്ലാവരും കൺസിഡർ ചെയ്യുക എന്താണ്, കുട്ടികൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ പ്രയാസം ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പോൾ ഇതിന് ശേഷം വ്യത്യസ്ത തരത്തിലുള്ള യുവാക്കളടക്കം, അതായത് 38 വയസ്സുള്ള ഒരു യുവാവ്, അദ്ദേഹം ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു റൂമിലാണ് താമസിക്കുന്നത്. പക്ഷേ മൂപ്പര് ഡെയിലി ഡയപ്പർ ഇട്ടിട്ടാണ് ഉറങ്ങുന്നത്. ഡോക്ടർ, അല്ലെങ്കിൽ എനിക്ക് ഡ്യൂട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെന്നത്. കാരണം രാത്രി പേടിച്ചും കൊണ്ട് നിന്നുകൊണ്ട് ഉറക്കവും ഒഴിവാക്കി പിറ്റേന്ന് എങ്ങനെ എനർജി ഉണ്ടാവും. ഒരു ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ ഏതെങ്കിലും ഒരു കാരണവശാൽ കല്യാണം, ഫംഗ്ഷനോ ഡ്രൈവിംഗ് ഉണ്ടായിട്ട് 1-2 ദിവസം ഉറക്കം കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? ഇതുവരെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് സംഭവിക്കുകയാണ്. ഒരു മനസ്സമാധാനം ഇല്ലാതെ ജീവിതമായി മാറിയിരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ രൂപത്തിൽ ഈ വളരെ നിസ്സാരമായ കാര്യമാണെങ്കിലും അത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്നത് അത് ഗുരുതരമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ, ചില കേസുകൾക്കൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ, നമ്മളിപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞ ഓമ്പമുടിയായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ചില കേസുകൾ മാറാറുണ്ട്. ചിലതൊരു എബോവ് 7 yearsന് ശേഷമുള്ള കേസുകളാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് സ്റ്റാർട്ടിങ്ങിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം വരുന്നത് ഒന്ന് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഇതിൻ്റെ ഘടകമാണ്. ചില പേഷ്യൻസ് പറയുന്നത് ആ കുട്ടിയുടെ ഫാദറിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മാവന്മാർക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മദറിൻ്റെയും ഫാദറിൻ്റെയും, കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിലുണ്ടാവുന്ന ചില ഹിസ്റ്ററീസ് ഉണ്ടാവും. രണ്ടാമത് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന പ്രശ്നം ജനറൽ വീക്ക്നെസ് ആയിരിക്കും. ചില കുട്ടികൾ എന്തായിരിക്കും, ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ആക്ടിവിറ്റീസ് ആണെങ്കിലും ജനറൽ വീക്ക്നെസ് ആയിരിക്കും ഉണ്ടാവും. അവർക്ക് ചില കേസുകളിൽ വേം ഇൻഫെസ്റ്റേഷൻ, ചില കൃമിയുടെ പ്രശ്നങ്ങളുള്ള കേസുകളായിരിക്കും. നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുക. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്ലാഡറിൻ്റെ പ്രശ്നമാണ്. കാരണം ബ്ലാഡറിന് ഇൻസഫിഷ്യൻ്റ് ആയിട്ട് ബ്ലാഡറാണ്
പിന്നെ ഓവർ റിയാക്ടിങ് ബ്ലാഡറാണ്. പിന്നീട് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ADH, ആൻറ്റി ഡയറക്റ്റിക് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ കുറവ്. ഇതാണ് നമ്മുടെ രാത്രിയുടെ മൂത്രം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത്. പിന്നീട് നെർവസ് വീക്ക്നെസ്. ഈ പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ പറഞ്ഞ രാത്രി മൂത്രമൊഴിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ റൂൾ ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വളരെ എളുപ്പം തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും. കൃത്യമായ കാരണം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് സഹായിക്കുള്ളൂ. ഇത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഹോം റെമഡി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് അത്ര ക്രോണിക് അല്ലാത്ത കേസുകളിൽ സ്ഥിരമായിട്ട് മൂത്രമൊഴിക്കാതെ ഒരു വീക്കിലി വൺസോ അല്ലെങ്കിൽ മാസത്തിൽ 3-4 തവണയായിട്ട് ഒഴിക്കുന്ന കേസുകളാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഹോം റെമഡി ഉപയോഗിക്കാവുന്നതാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് 8 വയസ്സിന് മുകളിലും ഈ പ്രശ്നം ഡെയിലി 1-2 ചില പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടറെ 2 പ്രാവശ്യം മൂത്രമൊഴിച്ചിട്ട് ഇവന് യാതൊരു ബോധവും ഇല്ല എന്ന് പറയും. ഞാൻ പറയാം അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചില സമയത്ത് ഉറക്കത്തൊക്കെ കാണുന്നില്ല, ഈ പറയണ സ്വപ്നം കാണുന്ന സമയത്ത് അല്ലെ പേടിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ മൂത്രമൊഴിച്ച് പോകണില്ലേ. കാരണം എന്താണ്, ആ ഒരു വാൾവ് നമ്മൾ അറിയാതെ തുറന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത് ഓപ്പൺ ആയിട്ട് അങ്ങ് പോകും. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ പറയണത്, ഈ പറഞ്ഞ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ കാരണം ഐഡൻറ്റിഫൈ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ നേരത്തെ പറഞ്ഞ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് 8 വയസ്സിന് ശേഷവും ദിവസവും 2-ൽ കൂടുതൽ പ്രാവശ്യം മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ബോഡി വെയിറ്റ് വളരെ കുറഞ്ഞു വരിക, അമിതമായ ദാഹം ഉണ്ടാവുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, നമുക്കിപ്പം ഡേ ടൈമിൽ തന്നെ, നൈറ്റ് അല്ലാതെ തന്നെ ഇപ്പോൾ ഡേ ടൈം സ്കൂളിൽ നിന്നായാലും അല്ലെങ്കിൽ ജസ്റ്റ് ഫംഗ്ഷന് പോയി കഴിഞ്ഞാലും ട്രാവലിംഗ് സമയത്തായാലും തീരെ യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. ഇനി പിന്നെ അസോസിയേറ്റ് ചെയ്ത് പെയിന് പറയുക, ചില കുട്ടികൾ പറയാറുണ്ട്, അമ്മയോട് പറയാം, പാരൻസിനോട് പറയുമ്പോൾ അവർ പറയും ഡോക്ടർ കുട്ടിക്ക് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഇത് നമ്മൾ നോർമലി ചെയ്യാറുള്ള ടെസ്റ്റുകൾ ADHൻ്റെ ടെസ്റ്റ്, ഹോർമോണിൻ്റെതാണ് ചെയ്യാറുള്ളത്. അതുപോലെ പിന്നെ മറ്റു അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി സ്കാനിങ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഹോം റെമഡി ആയിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് അനുഭവപ്പെടുന്നത് അശ്വഗന്ധയാണ്. അശ്വഗന്ധയുടെ പിന്നെ ഫങ്ഷൻസ് വരുന്നത്, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അത് നെർവ് ടോണിക്കാണ്. അതോടൊപ്പം തന്നെ റിലാക്സേഷൻ കിട്ടും, മൈൻഡ് റിലാക്സ് ആവുകയും ചെയ്യും. കുട്ടികൾ ഒന്നാമത്തെ നേരത്തെ പറഞ്ഞ കോഴ്സിൽ പ്രഷറും കൂടി ഇതിൽ അറിയാതെ കേടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തോടു കൂടി എന്ത് ചെയ്യും, നെർവ്സിനും എഫക്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ മൈൻഡിനും നല്ലൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ അശ്വഗന്ധ ഉപയോഗിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾക്കും അത് വളരെ ഫലപ്രദമാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ സയ്യിദ് മോഹ്സിൻ, ചീഫ് ഫിസിഷ്യൻ, ഗ്ലോബൽ യുനാനി ഹോസ്പിറ്റൽ. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.